വെൽക്കം ടു FAQ സെഷൻ. ഇന്നത്തെ FAQ സെഷനിലും പതിവ് പോലെ നമ്മൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പേ so ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചു by the African writer Chimamanda Adichie and her article, the name of the article was, the title was we should all be feminists. Okay, so that is a big thing. Okay, another raise in the question, why should feminist, എന്തിനാണ് നിങ്ങൾ നിങ്ങളെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കേണ്ടത്, അതിന്റെ ആവശ്യം എന്താണ്? സോ ആസ് ഫാർ ആസ് ഐ നോ, ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഫെമിനിസ്റ്റ്, അവളുടെ ഫെമിനിറ്റി, ഓക്കെ, ദാറ്റ് ഇസ് ദ ഫെമിനിറ്റി, ദാറ്റ് ഇസ് ദ വേർഡ് ദാറ്റ് ഇസ് ബീങ് കറന്റ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ബട്ട് എന്താണ് ആ വാക്കിനൊരു പ്രശ്നം? വൈ ആർ പീപ്പിൾ ബീങ് സോ, അവർക്ക് എന്താ ഇത്ര വെറുപ്പ് തോന്നാണ് ഈ ഒരു വാക്കിനോട്? എല്ലാ arrogant ആയിട്ടുള്ള പീപ്പിളും ബൈ ഡിഫോൾട്ട് ഫെമിനിസ്റ്റുകളാണ് for no reason, whether they believe in that or not. ഒരു ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഭോപ്പാലിലോ അവിടെ ഒരു പെൺകുട്ടി ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയിനെ അടിച്ചപ്പം അവര് ഫെമിനിസ്റ്റ് ആയി. ഷീസ് നോട്ട് എ ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ എവിടെ പോയി എന്ത് തോന്നിയാസം കാണിക്കാം, ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം, ആരെ വേണമെങ്കിലും ചീത്ത പറയാം, അവള് ഫെമിനിസ്റ്റ്. ദാറ്റ്സ് നോട്ട് ഫെമിനിസം. ഫെമിനിസം only asks for one thing, equality in all bases. അതായത് എന്താ ഈക്വൽ പേ. ഒരാണിന് ഇത്ര, ഞാൻ ചെയ്യുന്ന സെയിം ജോലിക്ക് ഒരാണിന് ഇത്ര പേ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും അത്ര തന്നെ പേ കിട്ടണം. അല്ലെങ്കിൽ ഒരാണിന് ഇന്ന റൈറ്റ്സ് ഉണ്ട്, അതേ റൈറ്റ്സ് എനിക്കും വേണം. പഠിത്തത്തിനുള്ള റൈറ്റ്സ്, ജീവിക്കാനുള്ള റൈറ്റ്സ്, ഫ്രീ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ്, എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം വേണം. അതാണ് ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ ഹോൾ ഐഡിയ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പോയി ഒരു പുരുഷനെ കൊന്നു അവള് ഫെമിനിസ്റ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഇപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു തോട്ട് വരുന്നത് തന്നെ രേവതി is because people don't know what feminism is about. അത് എവിടുന്നാ ജനിച്ചത്, അതിന്റെ ഒറിജിൻ എന്താന്ന് ആളുകൾക്ക് അറിയില്ല. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു മോനും മോളും ഉണ്ടെങ്കിൽ ആ മോനും മോൾക്കും ഒരേപോലത്തെ അവകാശങ്ങളായിരിക്കണം ഉണ്ടാവുന്നത്. അതായത് മകന് പഠിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മകൾക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. മകന് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് മകൾക്കും ഉണ്ട്. മകന് അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് അവന് ഇഷ്ടമുള്ളതുപോലെ കറങ്ങി നടക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മകൾക്കും അതേ അവകാശം തന്നെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് മാൻ ഹേറ്റിംഗ് ഒന്നുമല്ല. ആണുങ്ങളെല്ലാം ദുഷ്ടന്മാർ. എനിക്ക് അച്ഛനുണ്ട്. ആസ് ഫാർ ആസ് ഐ നോ, ഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫെമിനിസ്റ്റ് ദാറ്റ് ഐ നോ. എനിക്ക് അറിയാവുന്നത് വെച്ച് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീ മാത്രം ആയിരിക്കണം എന്നില്ല. മെൻ ക്യാൻ ഓൾസോ ബി ഫെമിനിസ്റ്റ്. Yes, we should all be feminists. Nathu, she's inviting men as well to be feminists. And most of my friends, guys, they're all feminists. Most of the people that I know that are there in this office are feminists. ഇതിന്റെ ഒറിജിൻ തന്നെ മെയിൽ സുപ്രമസി അതിന്റെ ഹൈറ്റിൽ നിന്നപ്പം വിമന് ജീവിക്കാൻ പോലുള്ള റൈറ്റ് ഇല്ലായിരുന്ന ഒരു പോയിന്റിലാണ് ഫെമിനിസം റൈസ് ആവുന്നത് തന്നെ, വേർ ദേ വർ ആസ്കിങ് ഫോർ ഇക്വാലിറ്റി. അപ്പൊ നിങ്ങൾ പറയുന്ന ഫെമിനിറ്റികൾ ഉണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. ഓക്കെ, ആ അതിനെ യൂസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഇടയ്ക്ക് രൺവീർ സിംഗിന്റെ ഒക്കെ ഫോട്ടോ റിലീസ് ആയപ്പോഴത്തേക്ക് അതിനെതിരെ കേസ് കൊടുത്ത് അൺനെസസറി കാര്യം. അതൊന്നും ഫെമിനിസ്റ്റിന്റെ ഇതിൽ പെട്ടതേ അല്ല. ഇറ്റ്സ് നോട്ട്, ദാറ്റ്സ് നോട്ട് വാട്ട് വി നീഡ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടത് അതല്ല. ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. Okay, keeping that all aside, so feminism is not anything bad and you can also be a feminist. We should all be feminists. നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ കേഴ്സ് ചെയ്യാതെ അതിനെ ബാഡ് ആണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല, പലരും പല കാര്യങ്ങളും പറയുന്നു. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ I'll read. Okay, കാരണം this is for you. മാഡത്തിന്റെ ലൈവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, രേവതിയുടെ ലൈവിൽ. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്, ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ എന്നാണ് ചോദിച്ചത്. മൈൻഡ് ചെയ്തില്ല, കോഴ്സിൽ ചേരാത്തത് കൊണ്ടായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് മാമനാണ്, ഹനീനാണ്. അപ്പം എനിക്ക് മനസ്സിലായി, എനിക്കിട്ടൊരു പണി തന്നതാണ്. ഞാൻ അതിനുള്ളത് പിന്നെ മറുപടി പറഞ്ഞോളാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ ചേട്ടാ സത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇതിനങ്ങനെ ചെയ്യുന്ന ലൈവിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ കോഴ്സിൽ ഇല്ലാത്ത സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ FAQ സെഷന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് എൻ്റെ വാട്സാപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നോക്കിയാൽ പോരെ. ലൈവിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ. അതാണ് ലൈവില് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ല വരുന്നത്, ഒത്തിരി ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടാണ് ലൈവ് എടുക്കുന്നത്. കാരണം ഒരേ മിനിറ്റിൽ 5-6 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതെല്ലാം അഡ്രസ് ചെയ്ത് വിടാൻ വേണ്ടി. പിന്നെ ലൈവില് നമ്മുടെ കോഴ്സിൽ നമ്മൾക്ക് എത്ര ലക്ഷം, ഐ മീൻ വി ഹാവ് ലാക്സ് ഓഫ് പീപ്പിൾ
who have studied studied here. here. അപ്പൊ നമ്മൾ ഓരോ പേരും വരുമ്പോഴത്തേക്കും ഇത് ഞങ്ങളോട് പഠിച്ചതാ, ഈ കൊച്ചിന്റെ ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് ചെയ്തിട്ടല്ല നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ചേട്ടൻ അങ്ങനെ വിചാരിക്കരുത്. ആൻഡ് ദ പ്രോബ്ലം ഇസ് ഓൾസോ ദാറ്റ് ഇതിനൊരു എക്സാക്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ല. ഇഫ് യു വാണ്ട് ഐ ക്യാൻ സേ the doctor and the patient wanted the same things, അല്ലെങ്കിൽ doctor and the patient wanted same thing. അതാണ് wanted milk എന്ന് പറയാൻ പറ്റില്ല. The patient wanted milk, the doctor suggested milk. അങ്ങനെയും പറയാം. ലിറ്ററൽ മീനിങ്ങേ പറയാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ സിമിലർ പ്രോവർബ് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഐ നോ. ബട്ട് ഇഫ് യു നോ ഇറ്റ് യു ക്യാൻ സജസ്റ്റ് ഇറ്റ് ഇൻ ദ കോമന്റ് സെക്ഷൻ. നിങ്ങൾക്ക് പറയാം. പക്ഷെ എനിക്കറിയാവുന്നിടത്തോളം ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഇതാണ്. പക്ഷെ ഇതിന് അല്ലാതെ ഒരു സിമിലർ ട്രാൻസ്ലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രോവർബ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പഴഞ്ചൊല്ലാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾക്ക് കാണാൻ വിറ്റാലും ഓണം ഉണ്ണണം, ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് കാണാൻ വിറ്റും ഓണം ഉണ്ണണം. ഇംഗ്ലീഷുകാർക്ക് ഓണം ഉണ്ടോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി? ഇല്ല. അതിനുള്ള ഇക്വലന്റ് ഇല്ല അവരുടെ കയ്യിൽ. ഇതിനുള്ള ഇക്വലന്റ് നമ്മൾക്ക് ഇതുവരെ അറിയാവുന്ന വെച്ചിട്ട് as far as I am concerned and she is concerned, we don't know whether yes, you know an equivalent exists or not. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, that is not there, you know. ഇല്ലാത്തതുകൊണ്ടാണ്. So yeah, ചേച്ചിയും അനിയത്തിയും പോലെയാണ് ഇരിപ്പ്. നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ, നടക്കുമ്പോഴും. പക്ഷെ ചേച്ചി അനിയത്തി എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സോ സ്വീറ്റ്. എങ്ങനെ പറയാം സാർ? if we are concerned, I am the younger sister and she is the elder one. Elder and younger sister. Elder sister and younger sister. ഞങ്ങൾ രണ്ടുപേരും, I mean, if you're saying it that way, you look like sisters എന്ന് പറഞ്ഞാൽ മതി. You look like elder sister and younger sister എന്ന് പറയണ്ട. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എക്സാക്ട് മലയാളം തന്നെ നമുക്ക് വേണം. അങ്ങനെയല്ല, ഇറ്റ് ഡസൻ വർക്ക് ദാറ്റ് വേ. അവർ സംസാരിക്കുന്ന രീതി തന്നെ ഡിഫറെന്റാ. നമ്മളിപ്പം പുറത്ത് പോയിട്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന കാണുമ്പോൾ ഓ യു ലുക്ക് ലൈക്ക് എൽഡർ ആൻഡ് യങ്ങർ സിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഹൗ ഡു യു നോ? ചിലപ്പോൾ ഞങ്ങൾ സെയിം പ്രായമായിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നത്? സോ ദാറ്റ്സ് നോട്ട് പ്രോപ്പർ. സേ യു ലുക്ക് ലൈക്ക് സിസ്റ്റേഴ്സ്, അത്രയും മതി. എൽഡറാണോ യങ്ങറാണോന്നൊന്നും doesn't matter. Okay, നമ്മുടെ ഒരു വീഡിയോയില് ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മറ്റേ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. സോ someone has said background color of your place makes me feeling negative. So ഇത് കറക്റ്റ് ആണോ? ആ സെന്റൻസ് കറക്റ്റ് ആണോ? അല്ല, തെറ്റാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് യുവർ പ്ലേസ് മേക്സ് മീ ഫീലിംഗ് നെഗറ്റീവ് എന്ന് പറയില്ല, മേക്സ് മീ ഫീൽ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഗീവ്സ് എ നെഗറ്റീവ് ഫീലിംഗ്, നെഗറ്റീവ് വൈബ് എന്ന് പറയാം. അതാണ് ബെറ്റർ. Okay, gives me the creeps. Yeah, the background color of your place change ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. gives me a negative feeling. ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല ബാക്ക്ഗ്രൗണ്ട്. ലുക്ക്, ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ. ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് നെഗറ്റീവ് വെൻ ഐ സീ റെഡ്. മേ ബി അക്സയ്ക്ക് റെഡ് ഇഷ്ടമല്ലായിരിക്കും. അക്കോർഡിംഗ്ലി നമുക്ക് ലോകത്തിനെ മാറ്റാൻ പറ്റുമോ? No, there is a belief, it's a misbelief actually, that black and red is a sign of danger or negativity and stuff like that. നമുക്ക് അതൊക്കെ മാറ്റണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ട്രാഫിക്കിന്റെ അവിടെയൊക്കെ ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എളുപ്പത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ടായിരിക്കും. റിയൽ ലൈഫിൽ nobody is. Red rose represent love. Yeah, red rose represent love. You don't give your lover white rose and say I love you, right? It doesn't work. The red rose and love ne represent. Then how can you say that red is a color of negative? Maybe you don't like the color, question is there, but it doesn't mean that everyone should hate it. I love the color red. I don't know about you. I love the color. No, I love the color red. Yeah. Okay. This is a very good question, by the way. I have noticed different types of usages in the daily newspaper when someone changed their name and address, like change by, thereby change, changed as, do hereby change. Which are the correct usage? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ correct usages. So അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ change by doesn't make sense, but it might make sense if you say it in a sentence. Like പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ I change my name by എന്ന് പറയാം. It has been changed by എന്നൊക്കെ പറയാം. അതും I don't know how proper that is. ബാക്കിയെല്ലാം it makes sense. Yeah, thereby change. This person thereby changed their address from this to this. Changed as, the name is changed as. I do hereby change my name from this to that. Right. അങ്ങനെ പറയാം. പക്ഷെ ചേഞ്ച് ബൈ എന്ന് യൂസ് ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ഇഫ് ഐ റെഡ് എ സെന്റൻസ് ദെൻ ഇറ്റ് മൈറ്റ് മേക്ക് സെൻസ്. പക്ഷെ സെന്റൻസ് തന്നിട്ടില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ പ്ലീസ് ഇൻക്ലൂഡ് എ സെന്റൻസ് സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ടെൽ. ഓക്കെ, കോണ്ടെക്സ്റ്റിന് ഔട്ടായിട്ടൊരു വാക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇറ്റ് ഡസൻ മേക്ക് സെൻസ്, ബട്ട് ആ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഇറ്റ് ക്യാൻ മേക്ക് സെൻസ്. സോ അതൊന്ന് ഇത് ചെയ്യാം.
ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അഡ്മിഷൻ ഇസ് പ്രോസസിങ് നൗ എന്നോ അഡ്മിഷൻ ഇസ് ബീങ് പ്രോസസ്ഡ് നൗ എന്നോ പറയാൻ പറ്റുമോ എന്നാണ് ആളുടെ ചോദ്യം. Admissions are open. Yeah, like have you seen this board admissions are open? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അതെ. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ being processed now എന്ന് പറയില്ല. I don't know. That is admissions are open. ഇപ്പോൾ അഡ്മിഷൻ ഇപ്പൊ നമ്മൾ അഡ്മിഷൻ കൊടുത്തു, അത് അണ്ടർ പ്രോസസ് ആണെങ്കിൽ then you can say admission is under process, but you cannot say that admission is being processed. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ആക്ച്വലി എവിടെയാണ് ചോദിക്കണമെന്ന് തോന്നുന്നു. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? Where have you been so long എന്ന് പറയില്ല. Where have you been all this time? Where have you been all this while? അതൊക്കെ പറയാം. ഓക്കെ, ഇനി ഞാനല്ലേ ചോദിക്കണ്ടേ? ദിസ് ഇസ് വാട്ട് ഐ വാസ് തിങ്കിങ് ഓഫ് സേയിങ് ബിഫോർ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? മറ്റേ സാറിനോട് ഞാനിത് പറയാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു, പറയണമെന്ന് വിചാരിച്ചു. അതിങ്ങനെ പറയാൻ പറ്റുമോ? ദിസ് ഇസ് വാട്ട് ഐ വാസ് തിങ്കിങ് ഓഫ് സേയിങ് ബിഫോർ. അതങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സെന്റൻസിന് ഇതിന്റേതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. This is what I was thinking of saying before അടുത്താണ് എനിക്ക് പ്രശ്നം. No. It doesn't make much sense actually. പക്ഷേ you can actually use the sentence. ഞാൻ ഇത് നേരത്തെ പറയാൻ ഇതായിരുന്നു ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചിരുന്നത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ it's okay. It's not, you cannot say that it's wrong. It's not wrong, but it's confusing a bit. Yeah. അതാണ്. നിങ്ങൾക്കിത് I was planning to tell this beforehand എന്നൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. ഇങ്ങനെ വളഞ്ഞൂത്തി പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ്സ് കറക്റ്റ്, ഇറ്റ്സ് നോട്ട് റോങ്. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ യു ഹാവ് ടു ആസ്ക്. ദാറ്റ്സ് ഓക്കേ. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ജോലി ചെയ്യുകയാണ്. ഐ ആം വർക്കിംഗ് ഹിയർ ഫോർ ദ ടൈം ബീയിങ്, അല്ലെങ്കിൽ ഐ വർക്ക് ഹിയർ ഫോർ ദ ടൈം ബീയിങ് ഇസ് മോർ കറക്റ്റ്. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇവിടെ ജോലി ഐ എം വർക്കിംഗ് ഹിയർ ഫോർ ദ ടൈം പീരീഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ ദിസ് പ്ലേസ് ഫോർ ദ ടൈം ബീയിങ് എന്ന് ജനറൽ ആയിട്ട് പറയാം. ഐ വർക്ക് ഹിയർ ടെമ്പററിലി ഐ തിങ്ക് ക്യാൻ ഓൾസോ വർക്ക്. യാ. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ ആൻഡ് പർച്ചേസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബൈ ഈസ് മോർ ഓഫ് എൻ ഇൻഫോർമൽ യൂസേജ്. യാ. കാരണം എന്ന് വെച്ചാൽ ബൈ ദാറ്റ് പെൻ, ഐ ബോട്ട് എ പെൻ. ഓക്കേ, ബൈയുടെ ഇതാട്ടോ ബോട്ട് ആസ് എൻ past tense ആണ് ബോട്ട്. ബൈ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ഇൻഫോർമൽ. പർച്ചേസ് ഇസ് വെരി ഫോർമൽ. You can't say that I went to purchase a pen. You just say that I went to buy a pen. Okay, purchase is more like paper thing. Yeah, it's a formal thing, and moreover it's about big dealings. I think very formal word. It doesn't mean that you cannot use it in an informal situation or anything. You can definitely use it in an informal situation, but I would suggest to use buy. Yeah, remember ee kadakkarokke like they go and purchase materials. And have you heard about this word purchasing power? Yeah, something like that. Yes. So it's a very formal, usage. But then again you can use I went to purchase some stuff. You can say it doesn't sound right, but still it's correct. എന്നാലും കുറേ സാധനമൊക്കെ വാങ്ങിക്കുമ്പോഴാണ് പിന്നെയും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ബൈ ആണ്. Informal cases. Formal purchase is the correct. How about watching movie? How about a cup of soup? How about playing cricket? ഇതൊക്കെ ശരിയാണെന്നാണ് ക്വസ്റ്റ്യൻ. വാച്ചിങ് എ മൂവി എന്ന് വേണം. അതാണ് നമ്മൾ ഇവിടെ ഒരു തെറ്റ് ഉള്ളത്. ഓക്കെ, ഹൗ അബൌട്ട് വാച്ചിങ് മൂവി എന്ന് നമ്മൾ പറയില്ല. കാരണം മൂവി എന്ന് പറയുമ്പോൾ എത്ര 1000 മൂവീസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അതിൽ ഒരെണ്ണല്ലേ പറയുന്നത്, ഒരു മൂവി കാണുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്. സോ യു ഷുഡ് ബി ലൈക്ക് ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി. പക്ഷേ ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് സൂപ്പ് ഇസ് കറക്റ്റ്. ഓക്കെ, ഹൗ അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. കാരണം ഇവിടെ ജെറൻഡ് ഫോം ആ വന്നേക്കുന്നത് പ്ലേയിങ്ങിന്റെ. ഓക്കെ, അപ്പൊ അത്രയുമേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, ഷോർട്ട് സെഷൻ ആയിരുന്നു തോന്നുന്നു. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് നമുക്കൊണ്ട് പറ്റുന്ന കാര്യത്തിനുള്ള നമ്മൾ മറുപടി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. അപ്പം ദിസ് ഇസ് പിന്നെ അതുപോലെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ദിസ് ഇസ്
രേവതി കൃഷ്ണൻ and Aksa Abraham signing off from English Mithra. Thank you. Bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.